waiting to give away the prizes. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഒരുപാട് ദിവസങ്ങളായിട്ട് എടുത്തു വച്ചിരിക്കുന്ന കുറേ വീഡിയോസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത്, എന്താണ് കാണാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ എന്താ സംഭവിച്ചതെന്നുള്ളത്. സംഭവിച്ച കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതൊരു എന്താ പറയുക, ഭയങ്കരമായൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒരിക്കലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു നഷ്ടമാവില്ല, തീർച്ചയായും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം ഷെയർ ചെയ്യാൻ പോകുന്നത്, അൽഹംദുലില്ലാഹ്, ഞാൻ എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുത്ത് റസൂലിനെ എനിക്ക് സ്വപ്നം കാണാൻ സാധിച്ചു. നിങ്ങളൊക്കെ ഒരുപാട് പേര് അസുഖമാണോ, എന്താ പറ്റിയേ, പെട്ടെന്ന് എന്നെ കാണാതായപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹബീബിനെ, നമ്മുടെ മുത്ത് ഹബീബിനെ സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എനിക്കങ്ങനെ എന്താ പറയുക, അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ സത്യം പറയാണ്, ഇപ്പോൾ ഹബീബ് എന്നുള്ള ഒരു വാക്ക്, ഒരു പേര് പറയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയധികം ഒരു ഫീലിങ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്താ പറയുക, ഞാൻ ഈ ഒരു വീഡിയോയിൽ എനിക്കത് നിങ്ങളിലേക്കത് മുഴുവനായിട്ട് അങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഒരുപാട് പേർക്ക് എങ്ങനെ മനസ്സിലായി നമുക്കിത് ഹബീബാണെന്ന്, അതുപോലെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ഒരുപാട് പേർക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും ഒത്തിരി സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ, നിങ്ങൾ വാട്സപ്പ് മാത്രം ചെയ്താൽ മതി. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആൾ ഫോൺ യൂസ് ചെയ്യുന്ന ഫോണാണ്, അപ്പോൾ എന്നെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ വാട്സപ്പ് ചെയ്തോ, ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ. മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയിട്ട് മുസ്ലിമായി പറഞ്ഞ എല്ലാവരും കൊതിക്കുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന പേരാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാം, എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു പോയത്. സത്യം പറഞ്ഞാൽ പടച്ചോൻ ഇപ്പോൾ അൽഹംദുലില്ലാഹ് വേറെ ഒന്നുകൊണ്ടും എനിക്കങ്ങനെ ദുഃഖിക്കേണ്ട ഒരവസ്ഥയൊന്നും ഇപ്പോൾ പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. അൽഹംദുലില്ലാഹ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തത്ര അനുഗ്രഹങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കുണ്ട് കഴിഞ്ഞ ഒരു വിഷമം നിറഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്തും ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് വീണ്ടും വല്ലാത്തൊരു മാനസികമായിട്ടുള്ള ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫാമിലിയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ, ഭർത്താവ്, അവരെ ഒന്നും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നുമല്ല. എന്നിരുന്നാലും എൻ്റെ മനസ്സിന് വല്ലാതെ വിഷമം തട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റബ്ബിനോട് എപ്പോഴും, റബ്ബേ വീണ്ടും
എനിക്കെന്താണ് ഇങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വിഷമത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലാതെ വീണ്ടും വീണ്ടും ഒരുപാട് റബ്ബിലേക്ക് അടുത്തിട്ടുണ്ട്. എത്ര അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് റബ്ബിലേക്ക് അടുത്തടുത്ത് റബ്ബ് എന്നെ എത്രമാത്രം റബ്ബിലേക്ക് അടുപ്പിക്കാൻ പറ്റുമോ അത്രയധികം അങ്ങേയറ്റം എന്നെ അടുപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് മുത്ത് ഹബീബിനെ കാട്ടിത്തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സങ്കടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനുശേഷം ഒരു സന്തോഷമുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഇതിലും വലിയൊരു സന്തോഷം ഇനി വരാനില്ല. അപ്പോൾ ദുനിയാവിൽ ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന എനിക്ക് ഹിദായത്ത് നൽകാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വോയിസ് കേൾക്കുന്ന ഒരുപാട് പേർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് നേടിയെടുക്കാം. നമ്മൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാം. അതിപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ വീഡിയോ കാണുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ എങ്ങനെ ആയിക്കോട്ടെ, ഏത് മതമാണെങ്കിലും ഏത് ജാതി മതം എന്താണെങ്കിലും നന്മയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ തീർച്ചയായും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നന്മ ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ അതാണ് നമുക്ക് ദേഷ്യമുള്ള നമ്മൾ മനുഷ്യരാണല്ലോ. നമുക്ക് ഒരുപാട് ഫീലിങ്സ് വന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാവണം എങ്ങനെയാണ്? നമ്മൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് എല്ലാത്തര എല്ലാ വിചാര ചിന്തകളും എല്ലാ ഫീലിങ്സും നമ്മളിലൂടെ കടന്നു പോകും. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക, അതിൽ ശരിയും തെറ്റും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അതിൽ നിന്നും ഇനിയിപ്പോൾ നമുക്കൊരു തിരിച്ചറിവ്, നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നമ്മുടെ ദൈവത്തോട് ചോദിക്കാം. എനിക്ക് എൻ്റെ നേർവഴിക്ക് നയിക്കണേ എന്നും, എന്ത് തെറ്റാണെങ്കിലും അതിൽ നിന്നെല്ലാം വഴിമാറ്റി എനിക്ക് ശരിയും തെറ്റും വേർതിരിച്ച് ശരിയിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഒന്നും വേണ്ട. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. നമ്മുടെ റബ്ബിലേക്ക് കൂടുതലായിട്ട് അടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ എടുത്തു വച്ചിരിക്കുന്ന വീഡിയോസാണ്. ഒരു മൂഡ് തോന്നുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തു വയ്ക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും വോയിസ് കൊടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ദിവസം വൈകിട്ട് ഞാനങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ എടുത്തതായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്ന ഒരു സമയമായപ്പോഴേക്കും ആ ഒരു വീഡിയോ എടുക്കലും പരിപാടികളൊക്കെ തീർന്നു. ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എത്ര മാക്സിമം വൃത്തിയാക്കാൻ പറ്റുമോ അത്രയും വൃത്തിയാക്കി വയ്ക്കുക. ഫ്രണ്ട് ഭാഗം എന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഓരോ ഏരിയ, നമ്മൾ കടന്നു പോകുന്ന ഓരോ ഏരിയ, നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ മാക്സിമം ബ്യൂട്ടിഫുള്ളായിട്ട് എപ്പോഴും കൊണ്ടുപോവാം. നമ്മുടെ മനസ്സിനും ശരീരത്തിനും അതൊരു പോസിറ്റീവ് എനർജി നൽകും. പിന്നെ എൻ്റെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. നമ്മുടെ ദൈവത്തിനോട്, നമ്മുടെ റബ്ബിനോട് നമ്മൾ നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളൊരു ഡയറിയിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഹലാലായ എല്ലാ കാര്യങ്ങളും നിറവേറാൻ വേണ്ടിയിട്ട് എഴുതുക. എനിക്ക് അറിയാവുന്ന, ഞാൻ മറ്റുള്ളവരിൽ നിന്നും പകർന്ന് കിട്ടിയിരിക്കുന്ന കുറച്ച് അറിവുകളാണ് ഇതൊക്കെ. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്തൊക്കെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ലൈഫാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ വീഡിയോയിൽ നിന്നും, എനിക്കെന്തോ വീഡിയോസിനെ കുറിച്ചൊന്നും അങ്ങനെ
എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥ ഒരു സമയത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന എത്രയോ വീഡിയോസ് എഡിറ്റ് ചെയ്യാതെ ഞാൻ വെച്ചിരിക്കുന്നത്, എനിക്ക് അതിലൊന്നും തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഹബീബിനെ സ്വപ്നം കാണുന്നത് റമദാന് മുൻപ്, നമ്മുടെ ബറാത്ത് രാവിൻ്റെ 2 ദിവസം മുൻപ്, വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ ഒരു ജനുവരി, ഈ ന്യൂ ഇയർ മുതൽ ഞാൻ നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലുകളുണ്ടല്ലോ, നമുക്ക് മാക്സിമം നമുക്ക് നമ്മുടെ നല്ലൊരു ഗൈഡൻസിലാണ് എനിക്കത് ചെയ്ത് പോരാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് വന്നപ്പോൾ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതിലുള്ള ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ഷെയർ ചെയ്തിട്ട് എന്താ കാര്യം. അങ്ങനെ ഇനി നമ്മൾ വേറെ ഒരു കാര്യം, സച്ചു +2 എക്സാം ആയിരുന്നല്ലോ. അപ്പോൾ സച്ചുവിന് എല്ലാ വിഷയങ്ങൾക്കും A+ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലേക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. ഫുൾ A+ കിട്ടിയിരിക്കുന്ന കുട്ടികൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. സ്കൂളിൽ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാനും ഇക്കായും സച്ചുവും കൂടിയിട്ട് അങ്ങനെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവള് ബെറ്റ്സാദ പബ്ലിക് സ്കൂൾ ബംഗോല. ഇവള് LKG മുതൽ +2 വരെ പഠിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ എന്താ പറയുക, 3 പേരാ, എനിക്ക് 3 മക്കളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ സച്ചു ആണ് ഇപ്പോൾ ഇവിടെ പഠനം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി 2 പേരെ ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ അടുത്തുള്ള സ്കൂളിലേക്ക്, സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സച്ചു ആണ് കേട്ടോ ഇത്. അപ്പോൾ സച്ചുവിന് എൻട്രൻസിന് പോകാനൊക്കെ ആയിരുന്നു താല്പര്യം. MBBSന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ ഹൈറാണെങ്കിൽ റബ്ബത് സാധ്യമാക്കി കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പിന്നെ ഇത് മറ്റൊരു ദിവസമാണ്. ഇത് സമയം വെളുപ്പിനൊരു 4 മണി 4:30 ഒരു ടൈമാണ്. എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡിൻ്റെ ഉമ്മയും കൂടിയിട്ട് അവർ ഇത്തവണ ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പാരൻസിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എൻ്റെ സിസ്റ്ററും ഫാമിലിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അവരെ എയർപോർട്ടിലേക്ക് യാത്രയാക്കാൻ വേണ്ടിയിട്ട് വരാണ്. മക്കളെല്ലാവരും ഉണ്ട്, അവരുടെ റിലേറ്റീവ്സും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തലേ ദിവസം ഞങ്ങൾ അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തലേ ദിവസത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് അന്ന് അപ്രതീക്ഷിതമായിട്ട് നല്ലൊരു വയറുവേദന വന്നു. പിന്നെ നൈറ്റ് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ എനിക്കിപ്പോൾ ഇവിടെ വരുന്ന സമയത്തും ഭയങ്കര ക്ഷീണമാണ്. ഞാനങ്ങനെ മാറി കുറച്ച് സമയമൊക്കെ ഇരിക്കുമായിരുന്നു. അത്ര എനിക്ക് വയറും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു ബാഗിൽ ജസ്ന PA എന്നെഴുതിയിരിക്കുന്നുണ്ടല്ലേ, അതാണ് എൻ്റെ സിസ്റ്റർ നെയിമാണത്. അവൾക്കും 4 മക്കളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പാരൻസ് അവരുടെ വീട്ടിൽ നിന്ന് മക്കളെ സ്കൂളിലൊക്കെ അയച്ച് അങ്ങനെ 20 ഡേയ്സിനാണ് ഇവർ ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഫോൺ ഇത്തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൈക്കും ഇതിന് സ്യൂട്ടല്ല കേട്ടോ. നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ അഡാപ്റ്റർ അത് വാങ്ങിയിട്ടുണ്ട്. അത് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുൻപ്, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു June 12. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണല്ലോ. അപ്പോൾ ഈ മക്കളാണെങ്കിൽ ഇത് അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവരുടെ കൂടെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നൈറ്റ് കേക്കൊക്കെ വാങ്ങിയിട്ട് എൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് വന്നു. 2 മക്കൾ തൊട്ടടുത്തുള്ള വീട്ടിലെ 2 ആൺകുട്ടികളും കൂടി ഉണ്ട് കേട്ടോ. മറ്റത് എൻ്റെ മോൻ തന്നെ, ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു. സച്ചുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഓരോന്ന് കഴിയുമ്പോഴാണ് വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുക. അങ്ങനെ അവൾക്ക് കൊണ്ടുപോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കഴുകി, പുതിയതാണെങ്കിലും എല്ലാം വാഷ് ചെയ്തിട്ടൊക്കെ വേണമായിരുന്നല്ലോ. അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് നല്ല തിരക്കിലായിരുന്നു.
ഇനിയിപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് സച്ചു ഇങ്ങനെ മാറി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവും. നമ്മുടെ മക്കളെ എത്രമാത്രം കെയർ ചെയ്യാവോ അത്രയും കെയർ ചെയ്തല്ലേ ഓരോ നിമിഷവും നമ്മൾ കെയർ ചെയ്താണ് നമ്മളെ മക്കളെ വളർത്തുന്നത്. ഇനിയിപ്പോൾ കാണാൻ മറയത്താണെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണെങ്കിലും മക്കൾക്കൊരു പ്രൊട്ടക്ഷൻ നമ്മൾ തീർക്കുന്നില്ലേ. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഓരോ പ്രായത്തിലും ഒരു ടേണിംഗ് ഉണ്ടല്ലോ, ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും പറയും, ശരിക്കും പറഞ്ഞാൽ +1 +2 ഒക്കെ സച്ചുവിൻ്റെ ഗ്രാൻഡ് പാരൻ്റാണ് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുമായിരുന്നു, നിനക്ക് ഇത് കഴിഞ്ഞാൽ കുറച്ച് പക്വതയാവട്ടെ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റേതായൊരു സമയം വരുന്നുണ്ട്, അതുവരെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകാം. അത് കഴിഞ്ഞാൽ നമുക്കൊരു മെച്യൂരിറ്റി വരണം. ആ സമയം മുതൽ സ്വന്തം കെയർ ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ ചുറ്റുപാട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം കെയർ ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ ആ ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പറ്റാവുന്ന അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം തവക്കൽത്തു അലല്ലാ, റബ്ബിൻ്റെ കയ്യിലാണ്. അങ്ങനെ പിന്നെ സച്ചുവിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ ഒരു ചുറ്റുപാടിൽ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലും ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു നേച്ചറാണ്. ഏറെക്കുറെ എനിക്കും അങ്ങനെയൊക്കെ തന്നെയുണ്ട്. പക്ഷെ എന്നെക്കാൾ കൂടുതൽ അവളങ്ങനെ എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും അതിൽ അവളുടേതായ ഒരു രീതിയിൽ, അവളുടേതായൊരു സ്റ്റൈലിലായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ അവളുടേതായ സന്തോഷം അവൾ അതിൽ നിന്ന് തന്നെ കണ്ടെത്തും. അപ്പോൾ പുറത്തൊക്കെ പോയി പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മളങ്ങനെ ഇപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷേ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറയും, എന്താണെങ്കിലും ഒരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ചൊരു മെച്യൂരിറ്റി ആവട്ടെ, അതിനുശേഷം പുറത്തൊക്കെ പോയി എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതുവരെ നമ്മുടേതായ ഒരു കൺട്രോളിലും നമ്മുടേതായ ഒരു ഗൈഡൻസ് ഒരു പ്രായമാവുന്നവരെ മക്കൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അവർക്കൊരു പക്വതയും, അത് ഏത് പ്രായം വരെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോ മക്കൾക്കും ഓരോ ഏജിലായിരിക്കും ഓരോ തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുവരെ നമ്മുടേതായ ഒരു ഗൈഡൻസ് ഏത് മക്കൾക്കാണെങ്കിലും കിട്ടുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതാണ് സച്ചുവിൻ്റെ ഹോസ്റ്റൽ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. എൻ്റെ കൂടെ എൻ്റെ വാപ്പച്ചിയും വന്നിട്ടുണ്ട്. സച്ചു എൻ്റെ ഫാമിലിയിലെ, ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സച്ചുവിനെ കെയർ ചെയ്തിരിക്കുന്ന അത്രയും വേറെ അതിൻ്റെ താഴെയുള്ള മക്കൾക്കൊന്നും അത്രയും ഒരു കെയറിങ് കിട്ടിയിട്ടില്ല. കെയറിങ് എന്നല്ല, അത്രയും സ്നേഹം ആ ഒരാൾക്ക് കിട്ടുന്ന, ആദ്യത്തെ കുട്ടിക്ക് കിട്ടുന്ന സ്നേഹം അത്രയും ബാക്കി അതിൻ്റെ താഴെ വരുന്ന മക്കൾക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. അത് ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് എല്ലാവരും കൂടി ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായിരിക്കില്ല ആദ്യത്തെ കുട്ടി. എല്ലാവരും അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. കുറേ നാളത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ സച്ചുവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും. സച്ചുവിൻ്റെ ചിരി, സച്ചുവിൻ്റെ സംസാരം, ഓരോ വാക്ക് പറയുന്നതും എല്ലാവരും ശ്രദ്ധിച്ച് അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അടുത്തൊരു കുട്ടി വരുന്നവരെ ആ ഒരു രീതിയിലായിരിക്കും. അങ്ങനെ പിന്നെ സച്ചുവിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ പൂക്കുട്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഉമ്മച്ചി അനിയത്തിയുടെ മക്കളൊക്കെ കൂടിയിട്ട് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ അന്ന് ഒത്തിരി ലേറ്റായിട്ടാണല്ലോ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വേറൊരു ദിവസം, ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാനും മക്കളും കൂടിയിട്ട് എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ അവിടെയാണല്ലോ. പെരുന്നാളിനും അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സച്ചുവിനും കൊണ്ടുവന്നിട്ടുണ്ട്. സച്ചുവിനൊരു 3 ദിവസത്തേക്ക് അവധിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തലേ ദിവസം കമ്പിത്തിരി, മത്താപ്പൂ, സംഭവം നല്ല രസമാണെങ്കിലും ഈ മത്താപ്പൂ ചക്രം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ, അത് ലാസ്റ്റ് പൊട്ടുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എല്ലാവരും റെഡി ആയതായിരുന്നു. പിന്നെ അന്ന് വലിയ കാര്യമായിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം കിച്ചണിൽ കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് പള്ളിയിൽ
ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സാധനം നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ പള്ളിപ്പെരുന്നാളുണ്ടല്ലോ ആ ഒരു രീതിയിൽ ഞങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ ഇവിടെ മഹലിൽ അങ്ങനെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാം, ബലൂൺ വാങ്ങാം, അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ അവർ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ അവർക്ക് ബിരിയാണിയൊക്കെ കുക്ക് ചെയ്തു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. അങ്ങനെ അത് ഒരല്പം എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ അന്ന് ഇവരിങ്ങനെ പള്ളിയിലൊക്കെ പോകാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അനിയത്തിൻ്റെ മക്കൾ അവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാനും എൻ്റെ മക്കളൊക്കെ ഇക്കാടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ സച്ചുവിന് അന്ന് പെരുന്നാളിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലേക്ക് സച്ചുവിനെ ആക്കിയിട്ട് തിരികെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 4-5 മാസത്തിനുള്ളിൽ നടന്നിരിക്കുന്ന വിശേഷങ്ങൾ. അൽഹംദുലില്ലാഹ് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ ഈമാൻ കിട്ടാനും അത് നിലനിർത്തിക്കൊണ്ടുപോവുക, ഈമാനോടുകൂടി മരിക്കാൻ പറ്റുക, ഇതൊക്കെ വല്ലാത്തൊരു ഭാഗ്യമാണ്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നമ്മുടെ പ്രാർത്ഥനയിലൂടെ എല്ലാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സമാധാനവും നമ്മുടെ ജീവിത വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം പ്രാർത്ഥനയിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അവസാനം വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ഓർക്കുമായിരുന്നു ഞാനൊക്കെ എത്രമാത്രം ആദ്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഇപ്പോൾ എനിക്ക് എൻ്റെ 20ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ദിവസം. അപ്പോൾ അതുവരെയും എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ ഉറങ്ങാതെ പ്രഗ്നൻസി ടൈമും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നിട്ട് ഓർക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലല്ലോ റബ്ബേ, എന്താണ് ആ പോരായ്മ. അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഞാനങ്ങനെ മടി പിടിച്ച് പോയതാണോ, എനിക്ക് ആ ഒരു ഊർജം കിട്ടുന്നില്ല. ഏറ്റവും പ്രധാനം എനിക്ക് പണ്ടുണ്ടായിരുന്ന ഊർജം അതെനിക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ സ്വപ്നങ്ങളുണ്ട്, നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന. അപ്പോൾ അതിലേക്കൊന്നും എത്താതിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിനൊരു പൂർണ്ണത കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച കുറച്ചെന്നല്ല ഏറ്റവും വലിയ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിനൊരു പൂർണ്ണത എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മനസ്സിന് വല്ലാത്തൊരു തൃപ്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ PG കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പാൾ നമ്മളോട് ഇന്ന ഏജിൽ, ഏത് ഏജാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു 50 വയസ്സാണോ എത്രയാണെന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, ആ ഒരു ഏജൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ, നമ്മളിപ്പോൾ ആ ഒരു സമയത്ത് ആരായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് എഴുതാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എഴുതി. ആ എഴുതിയ സമയത്ത് ഞാനും എഴുതിയൊരു കാര്യമുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഇതുവരെ എത്തിപ്പെടാൻ എനിക്ക് പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോസൊന്നും ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന് സക്സസ് ആവണം എന്ന് വിചാരിച്ച് അങ്ങനെ സക്സസ്സായി ഇതാണ് എൻ്റെ കരിയർ അല്ലെങ്കിൽ ഇതുകൊണ്ട് മുന്നോട്ട് പോകാമെന്നൊന്നും വിചാരിച്ച് അങ്ങനെ നിന്നതൊന്നുമല്ല. ജസ്റ്റൊരു സന്തോഷത്തിന്, ജസ്റ്റൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ ലക്ഷ്യം വെച്ചൊരു കാര്യമുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് എനിക്ക് ഹൈറാണെങ്കിൽ എത്താൻ സാധിക്കട്ടെ. അതിലേക്ക് എത്താൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ശ്രമിക്കാം. അതിനുള്ള ഒരു എനർജി എനിക്ക് കിട്ടുകയാണെങ്കിൽ, വോയിസ് കൊടുക്കാനും വീഡിയോ എടുക്കാനും ഉള്ള എനർജി എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇടയ്ക്കാണെങ്കിലും വരാൻ ശ്രമിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും കാണും എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.